ഈ സന്ധ്യയിൽ കർത്താവെ ഞങ്ങൾ അങ്ങയോട് പറയുന്നു, അടിയനിതാ. കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണം, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം, അങ്ങയുടെ സാക്ഷികളാകുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം. സകല മഹത്വവും സകല പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്ലീസ് ബി സീറ്റഡ്. കർത്താവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. കൃത്യം 7 മണിക്ക് സിസ്റ്ററുടെ കരത്തിൽ മൈക്രോഫോൺ കൊടുക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞ വാക്ക് പാലിക്കുന്നു. കൃത്യം 7 മണിക്ക് സിസ്റ്ററിൻ്റെ കയ്യിലെ മൈക്രോഫോൺ ഏൽപ്പിക്കുകയാണ്. സിസ്റ്റർ നസീല ബീവി, സിസ്റ്ററിൻ്റെ ഭർത്താവ് പാസ്റ്റർ വിനോദ്, 2 കുഞ്ഞുങ്ങളും തൃപ്പൂണിത്തുറ ദേശത്തെ കർത്താവ് അവരുടെ ജീവിതത്തിൽ എന്താ ചെയ്തത് എന്ന് പറയുവാനായിട്ട്, ഈ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്തെങ്കിലും കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തോടാണ് സംസാരിക്കുന്നതെന്ന് തോന്നിയാൽ ഇടതുവശത്തിരിക്കുന്നവൻ പ്രതികരിക്കുന്നുണ്ടോ, വലതുവശത്തിരിക്കുന്നവൻ പ്രതികരിക്കുന്നുണ്ടോ, മുമ്പിലുള്ളവൻ പ്രതികരിക്കുന്നുണ്ടോ, പുറകിലിരിക്കുന്നവൻ പ്രതികരിക്കുന്നുണ്ടോ എന്നൊന്നും നോക്കരുത്. എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചോ, പറഞ്ഞേക്കണം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചു, കഴിഞ്ഞ ദിവസം എന്താ പ്രസംഗിച്ചേ? വിടുവിക്കും എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്തിനാ 1 മണിക്കൂർ സമയം കളഞ്ഞ് എന്ന് ചോദിച്ചു. എന്നാൽ ആ സഹോദരൻ എന്നെ വിളിച്ച് ആ മെസ്സേജിനെ കുറ്റം പറഞ്ഞപ്പോൾ അന്ന് രാവിലെ 4 പേര് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിന് വിടുതലായിരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആവശ്യമുള്ളവനെ വിടുതൽ നടക്കുള്ളൂ. ഒരുത്തൻ്റെ ആവശ്യം അറിഞ്ഞാൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നേ. ചിലപ്പോൾ വന്നിരിക്കുന്ന ഒരാൾക്കൊരാവശ്യമില്ലായിരിക്കും, പക്ഷെ ആവശ്യമുള്ള ഒരുപാട് പേര് ഇതിൻ്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് മാർക്കിടാനായിട്ട് ആരും ഇരിക്കരുത്. തമ്പുരാനെ, എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കണമേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും രൂപാന്തരം വരുത്തണമെങ്കിൽ പറയണേ. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു സിസ്റ്റർ അല്ല ഇന്നിവിടെ ശുശ്രൂഷിക്കുവാനായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്ത് പറഞ്ഞു, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് യാക്കോബ, CSI, മർത്തോമ, പെന്തിക്കോസ്റ്റ് എല്ലാ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരെല്ലാം ഈ സ്റ്റേജിൽ ശുശ്രൂഷിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സഹോദരി യേശു എന്താ ജീവിതത്തിൽ ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരുവാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതേ, സകല സ്തുതിക്കും പ്രശംസയ്ക്കും ഇതേ ഉന്നതമായിരിക്കുന്ന കർത്താവിൻ്റെ മഹത്വമുള്ള നാമം ഇന്ന് പകലിൽ, അതേ ഈ സന്ധ്യാസമയത്ത് നമ്മുടെ നടുവിൽ പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയം പ്രൈസലോട് ഇവിടെ നടക്കുന്ന ഈ യോഗത്തിൻ്റെ നടുവിൽ കടന്നു വരുവാൻ ദൈവം എനിക്ക് ഒരുക്കിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സകല മാനവും മഹത്വവും എൻ്റെ കർത്താവിന് അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളിവിടേക്ക് ക്ഷണിച്ച പ്രിയ കർത്തദാസൻ, പ്രിയ ബഹുമാന്യ പാസ്റ്റർ സാംസൺ കോട്ടൂർ അവർക്കും തൻ്റെ കുടുംബത്തിനും, ഇവിടെ ഞങ്ങളേക്ക് ക്ഷണിക്കുവാൻ മുഖാന്തരമായ ചില പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയ കണ്ണൻ ബ്രദറുണ്ട്. അതുപോലെ ഇവിടെ കർത്താവിൻ്റെ നാമത്തിൽ ആരാധിപ്പാൻ കടന്നു വന്ന പ്രിയജനം എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യാസമയം തുടങ്ങി ഈ യോഗം തീരുന്നതുവരെ സകല നാമത്തിലും മേലായ നാമത്തിൻ്റെ ഉടമസ്ഥനായ കർത്താവിൻ്റെ നാമം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉയർത്തപ്പെടാൻ പോകുകയാണ്. നാം പാർക്കുന്ന ദേശങ്ങളിൽ അവൻ്റെ നാമം സ്ഥാപിക്കാൻ പോകുകയാണ്. നാം പാർക്കുന്ന കുടുംബ മണ്ഡലത്തിൽ അവൻ്റെ നാമത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാണ്. നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാപിച്ച അനുഭവമാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രൈസ് ലോർഡ്, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ദൈവം എന്നോട് സംസാരിക്കുകയും പോകുന്നിടത്തെല്ലാം ജനത്തെ ബോധിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള പ്രൈസ് ലോർഡ് ഒരാലോചന പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അനുഭവങ്ങളിലേക്ക് വരാൻ താല്പര്യപ്പെടുകയാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ യഹോവയായ ദൈവം മോശയോട് ഇങ്ങനെ പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും
ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നിങ്ങളുടെ പിതാക്കന്മാരുടെ അതെ ദൈവമായ യഹോവയാണെന്ന്. ഹല്ലേലൂയ. ഇതേ വാക്യം യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ കാലയളവിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നോക്കിയിട്ട് അവരോട് ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്, പക്ഷേ ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യത്തിന്റെ സാരം എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയാം. അബ്രഹാം മരിച്ചു, അതെ ഇസഹാക്ക് മരിച്ചു, യാക്കോബ് മരിച്ചു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവനോടെ ശേഷിക്കുന്ന എന്റെയും നിങ്ങളുടെയും പേരിൽ അറിയപ്പെടുവാൻ അതെ യേശു കർത്താവിന് ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ ഭവനത്തിന്റെ പേരിൽ, നമ്മുടെ ദേശത്തിന്റെ പേരിൽ, അതെ നമ്മുടെ സ്വന്തം പേരിൽ അറിയപ്പെടുവാൻ യേശു കർത്താവിന് ഇഷ്ടമുണ്ട്, അവന് മനസ്സുണ്ട്, അതെ അവന് ആഗ്രഹമുണ്ട്. അവന്റെ ആഗ്രഹത്തിലേക്ക് വരുവാൻ അതെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മെ പണിയും. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധാത്മാവ് എന്താണെന്നും അവൻ പണിയുന്നത് എങ്ങനെയാണെന്നും അവൻ നടത്തുന്നത് എങ്ങനെയാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാതിരുന്നു. എന്നാൽ പിന്നത്തേതിൽ അവൻ്റെ പ്രവൃത്തികളിൽ കൂടി, അവൻ എന്നെ നടത്തിയ വിധങ്ങളിലൂടെ അതേ പ്രൈസ് ദി ലോർഡ്, അതെ ഈ ദൈവം എങ്ങനെയുള്ളവനാണെന്ന് എൻ്റെ അനുഭവങ്ങളിൽ കൂടി രുചിച്ചറിവാൻ ഈ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ പേര് നസീല ബീവി എന്നാണ്. എൻ്റെ സ്വന്തം സ്ഥലം കൊല്ലം ജില്ലയിൽ കരിങ്ങന്നൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. എൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുൾ റഹ്മാൻ മൗലവി എന്നാണ്. അദ്ദേഹം ഒരു 10 വർഷങ്ങൾക്ക് മുന്നമേ മതപ്രഭാഷണങ്ങൾക്ക് പൊയ്ക്കൊണ്ടിരുന്ന അതെ മൗലവിമാരുടെ മുകളിൽ ഭരിക്കുന്ന ഒരു ഇമാമായിരുന്നു. എൻ്റെ പിതാവിനെ ഉയർത്തേണ്ട കാര്യം എനിക്കിവിടെ ഇല്ല. പക്ഷേ എൻ്റെ സ്വർഗത്തിലെ പിതാവ് എന്നെ എങ്ങനെ വേർതിരിച്ചു, വിളിച്ചു, പണിതു എന്നൊന്ന് മഹത്വപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് എൻ്റെ പിതാവിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പിതാവ് ഒത്തിരി മുസ്ലിം മോസ്കുകളിൽ അതെ സേവനം അനുഷ്ഠിച്ചു വരുന്ന കാലത്ത് മക്കൾ ഉണ്ടാകത്തില്ലെന്ന് വൈദ്യശാസ്ത്രം എൻ്റെ പിതാവിനെ നോക്കി വിധി എഴുതി. എന്നാൽ എൻ്റെ പിതാവ് നേർച്ചകൾ കാഴ്ചകൾ കഴിച്ചു കാത്തിരുന്നു. എൻ്റെ പിതാവ് മക്കയിൽ ഹജ്ജിന് പോയി, ഹാജിയാരായി. അവിടെ വെച്ച് അള്ളാഹുവിനോട് ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവേ, നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ അത് പെൺകുഞ്ഞാണെങ്കിലും നിനക്കായിട്ട് പള്ളിയിലെ നേർച്ചക്കുട്ടിയായിട്ട് തന്നേക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സാധാരണ മുസ്ലിങ്ങളുടെ ഇടയിൽ ആൺകുഞ്ഞുങ്ങളെ മാത്രമേ പള്ളിയിലേക്ക് അതെ നേർച്ചക്കുട്ടിയായിട്ട് വിട്ടുകൊടുക്കാറുള്ളൂ, പെൺകുട്ടികളെ വിട്ടുകൊടുക്കത്തില്ല. കാരണം മുസ്ലിങ്ങളുടെ ഖുർആന്റെ പ്രമാണം പറയുന്നത് പെൺകുട്ടികൾ, സ്ത്രീകൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ സൗന്ദര്യം പുറത്ത് കാണിച്ച് അതെ അവർ വെളിയിലേക്ക്, പുറത്തേക്ക്, വീട്ടിന്റെ അകതളം വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നൊരു പ്രമാണം മുഹമ്മദ് നബി അതെ മുസ്ലിങ്ങൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പിതാവ് അതെ ഖുർആനിലെ പ്രമാണങ്ങളെല്ലാം അതുപോലെ അനുഷ്ഠിച്ചു വരുവാൻ അതെ ഇഷ്ടപ്പെടുത്തിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എന്നെ അതുപോലെ വളർത്തിക്കൊണ്ടു വന്നു. പ്രായപൂർത്തിയാകുന്നത് വരെ പിതാവിനോടൊപ്പം ഒരു 3 വയസ്സായപ്പോൾ മുതൽ പള്ളിയിൽ കൊണ്ടുപോകും. പള്ളിയിലെ ജോലികളെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ അവിടെ തന്നെ കിടത്തി ഉറക്കും, പകലിലും പള്ളിയിൽ തന്നെ. അല്ലെങ്കിൽ ഒരിക്കലും വീട്ടിൽ വല്ലപ്പോഴും ഒരിക്കൽ പിതാവ് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. പ്രായപൂർത്തിയാകുന്നത് വരെ പിതാവ് എന്നെ കൊണ്ടുപോകുന്ന പള്ളിയിൽ നിന്ന് അത് വേറൊരു പള്ളിയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോയപ്പോൾ എന്നെ ആ പള്ളിയിൽ തന്നെ വിട്ടിട്ട് പോയി. അവിടെ അടുത്ത് അത് പിതാവിന് പകരം വന്ന മൗലവിയുടെ അതേ ശുശ്രൂഷകൾ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്ത് പള്ളിയിലായിരുന്നു ഞാൻ ആയിരുന്നത്. ഈ സമയത്ത് മാത്രം സ്കൂളിൽ പോയി പഠിച്ചു. ഹല്ലേലൂയ. സ്കൂളിൽ പോയിട്ട് തിരികെ